എല്ലാവർക്കും നമസ്കാരം. മാസ്റ്റർ കെ അക്കാഡമിയുടെ പുതിയൊരു ഓൺലൈൻ വീഡിയോ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് CSEB എക്സാമിൻ്റെ മാത്തമാറ്റിക്സിൻ്റെയും റീസണിങ്ങിൻ്റെയും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിലൂടെ നമ്മൾ കടന്നു വരികയായിരുന്നു. 2 പാർട്ടുകൾ കഴിഞ്ഞു. 3ാമത്തെ പാർട്ടിലേക്കാണ് നമ്മൾ പ്രവേശിക്കാൻ പോകുന്നത്. ശ്രദ്ധിച്ചിരിക്കുക. സോ അപ്പം നമ്മുടെ ആദ്യത്തെ ചോദ്യം നോക്കാം. 3ാമത്തെ പാർട്ടിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, ചോദ്യം ഇതാണ്: സാലറി ഓഫ് അരുൺ, അഖിൽ ആൻഡ് ആനന്ദ് ആർ ഇൻ ദ റേഷ്യോ 1:3:4. ഓക്കെ, അരുണിൻ്റെയും അഖിലിൻ്റെയും ആനന്ദിൻ്റെയും സാലറിയുടെ റേഷ്യോ 1:3:4 ആണ്. അങ്ങനെയാണെങ്കിൽ റീസെൻ്റ്ലി ദെയർ സാലറീസ് വാസ് ഇൻക്രീസ്ഡ്. അടുത്ത കാലത്ത് അവരുടെ സാലറി കൂടിയിട്ടുണ്ട്. 10%, 15%, 20% വെച്ചിട്ട് സാലറി കൂടിയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ സ്റ്റിൽ അവരുടെ സാലറിയുടെ റേഷ്യോ എന്താണ് എന്നാണ് ചോദ്യം. ഇത് ഒരുപാട് രീതിയിൽ ചെയ്യാം. അല്ലെങ്കിൽ ഈ കാണുന്ന നമ്പേഴ്സൊക്കെ നമ്മൾ എന്തിലേക്ക് മാറ്റാം? 10%, 15%, 20% ഒക്കെ നമ്മൾ ഫ്രാക്ഷനിലേക്ക് മാറ്റിയിട്ട് ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യുന്ന രീതിയിൽ ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് പെർസെൻറ്റേജ് എടുക്കാൻ പറ്റുന്ന നമ്പേഴ്സിലേക്ക് നമ്മളിത് മാറ്റുക. 1:3:4 റേഷ്യോ കിട്ടണമെന്നുണ്ടെങ്കിൽ എനിക്ക് ഇങ്ങനെ എടുക്കാമല്ലോ. ആദ്യത്തെ ആളുടെ സാലറി 100 ആയിട്ട് എടുക്കാം, രണ്ടാമത്തെ 300 ആയിട്ട് എടുക്കാം, മൂന്നാമത്തെ 400 ആയിട്ട് എടുക്കാം. ഓക്കെ, അപ്പം ഇങ്ങനെ എടുത്താലും അല്ലേ, അരുൺ, അഖിൽ, ആനന്ദ് 3 പേരുടെ സാലറി 100, 300, 400 വെച്ചിട്ട് ഞാൻ എടുത്താലും അത് റേഷ്യോ എടുക്കുമ്പോൾ 0, 0 എല്ലാം കട്ട് ചെയ്ത് റേഷ്യോ എടുത്താൽ എനിക്ക് 1:3:4 കിട്ടും. ഓക്കെ, ഇനി 100 രൂപ സാലറി ഉണ്ടായിരുന്നിടത്ത് 10% കൂട്ടി എന്ന് പറഞ്ഞാൽ സാലറി 110 രൂപയായി. ഓക്കെ, അപ്പോൾ പുതിയ സാലറിയുടെ റേഷ്യോ ആണ് വേണ്ടത്. ഇനി 300 രൂപ സാലറി ഉള്ളിടത്ത് സാലറി 15% കൂട്ടി എന്ന് പറഞ്ഞാൽ 300ൻ്റെ 1% കണ്ടുപിടിക്കണമെങ്കിൽ ഈ 2 0 ഒഴിവാക്കിയാൽ മതി, 3. അപ്പോൾ 15% കണ്ടുപിടിക്കണമെങ്കിൽ 3 × 15 45. അപ്പം 45 രൂപയാണ് കൂടിയത്. 300ൻ്റെ കൂടെ 45 രൂപ കൂട്ടിയാൽ 345 രൂപ. ഓക്കെ ആണേ, ഈസ്റ്റു. ഇനി അടുത്ത ആളുടെ സാലറി 20% കൂടിയിട്ടുള്ളത്. 400 രൂപയായിരുന്നു ഉണ്ടായിരുന്നത്, അതിൽ നിന്ന് 20% കൂടി. 400ൻ്റെ 10% എടുക്കാനെങ്കിൽ ഒരു 0 കളഞ്ഞാൽ മതി, 40. 20% എടുക്കണമെങ്കിൽ 10%ൻ്റെ ഇരട്ടി എടുത്താൽ മതി, 40ൻ്റെ ഇരട്ടി 80. അപ്പം 400 രൂപയുടെ കൂടെ എത്ര രൂപയാണ് കൂടിയത്? 80 രൂപയാണ് കൂടിയത്. അപ്പം എത്ര രൂപയായി? 480 രൂപയായി പുതിയ സാലറി. ഓക്കെ, ഇനി ഇതിൻ്റെ റേഷ്യോ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആൻസറിലേക്ക് വരാം. ഇതിനെ നമുക്ക് 5 കൊണ്ട് കട്ട് ചെയ്യാലോ. എന്താണ് വരിക? ഈ 5 10, ശിഷ്ടം 1 10, ഈ 5 10 ഈസ്റ്റു 22 തുടങ്ങുന്ന ഓപ്ഷൻസ് ഒരെണ്ണേ ഉള്ളൂ. അപ്പം തന്നെ അത് കൺഫേംഡ് ആയി. ഇനി എങ്കിലും എനിവേ നമ്മളൊന്ന് ഡിവൈഡ് ചെയ്ത് നോക്കുന്നു. 6 30, ശിഷ്ടം 4 45, 96 45, 96 95 45, 95 ആണ് 45, 95 45, ശിഷ്ടം 3 30, 6 5 30. അപ്പം 22:69:96. ഓപ്ഷൻ സി ഇസ് ദ കറക്റ്റ് ആൻസർ. 22:69:96, ഓപ്ഷൻ സി ആണ് നമുക്ക് ആൻസർ വരിക. അപ്പോൾ ഇത്രയും മിനിമൽ സ്റ്റെപ്പിലൂടെ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം? ആൻസറിലേക്ക് എത്താനായിട്ട് പറ്റണം. ഓക്കെ ആണെന്ന് പ്രതീക്ഷിച്ചോട്ടെ. അപ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കാറുള്ളതാണ്, റിപ്പീറ്റഡ് ആയിട്ട് വരാറുള്ളതാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. 2ാമത്തെ ചോദ്യം നോക്കിക്കോളൂ. ബേസിൽ സ്റ്റാർട്ടഡ് ഹിസ് ജേർണി. എന്തുമായിട്ട് റിലേറ്റ് ചെയ്ത ക്വസ്റ്റ്യൻ ആണ്? കാണുമ്പോൾ തന്നെ നമുക്കറിയാം ദിസ് ഈസ് എ പർട്ടിക്കുലർ ക്വസ്റ്റ്യൻ റിലേറ്റഡ് ടു ദ ടോപ്പിക് ഡയറക്ഷൻ സെൻസ് അല്ലേ. ബേസിൽ സ്റ്റാർട്ടഡ് ഹിസ് ജേർണി ബൈ ഗോയിങ് 4 കിലോമീറ്റർ ടുവേർഡ്സ് നോർത്ത് ഡയറക്ഷൻ. അപ്പോൾ തന്നെ ഡയറക്ഷനെ കുറിച്ചുള്ള അടിസ്ഥാന ധാരണ: നോർത്ത്, ഈസ്റ്റ്, വെസ്റ്റ്, സൗത്ത്. ഓക്കെ, ബേസിൽ സ്റ്റാർട്ടഡ് ഹിസ് ജേർണി ബൈ ഗോയിങ് 4 കിലോമീറ്റർ ടുവേർഡ്സ് ദ നോർത്ത് ഡയറക്ഷൻ. നോർത്ത് ഡയറക്ഷനിലേക്ക് 4 കിലോമീറ്റർ സഞ്ചരിച്ചു. ആൻഡ് ദെൻ 3 കിലോമീറ്റർ ടുവേർഡ്സ് വെസ്റ്റ്. അവിടുന്ന് വെസ്റ്റിലേക്ക് 3 കിലോമീറ്റർ സഞ്ചരിച്ചു. ഓക്കെ, പിന്നെ ദെൻ 8 കിലോമീറ്റർ ടുവേർഡ്സ് സൗത്ത്. അവിടെ നിന്ന് സൗത്തിലേക്ക് 8 കിലോമീറ്റർ. ഓൾറെഡി ഇവിടെ 4 ഉണ്ടായിരുന്നു. ടോട്ടലി 8 കിലോമീറ്റർ സൗത്തിലേക്ക് സഞ്ചരിച്ചു. ഓക്കെ ആണേ. അപ്പോൾ മൊത്തം 8 ആയതുകൊണ്ട് ഇവിടെ 4 ഉണ്ട്, ബാക്കി 4 ഇവിടെ ഉണ്ടാവും. ഓക്കെ, ആ ഒരു ഐഡിയ നമ്മൾ ആദ്യമേ തന്നെ ബിൽഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഹൗ ഫാർ ഹീ ഈസ് ഫ്രം ദ ഇനിഷ്യൽ പോയിന്റ്. ആളുടെ ജേർണി സ്റ്റാർട്ട് ചെയ്ത പോയിന്റ് ഈ പോയിന്റ് ആണ് അല്ലേ. ഇപ്പോൾ വന്ന് നിൽക്കുന്ന പോയിന്റ് ഈ കാണുന്ന പോയിന്റ് ആണ്.
ഈ രണ്ട് പോയിന്റുകൾക്കിടയിലുള്ള ഈ കാണുന്ന ഡിസ്റ്റൻസ് എത്രയാണ് എന്നാണ് ചോദ്യം. ഇവിടെ മുകളിൽ 3 ഉണ്ട്, അതേ 3 നമുക്ക് താഴോട്ട് കിട്ടുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഈ കാണുന്ന ഡിസ്റ്റൻസ് 3 ആണ്. അപ്പോൾ നമ്മുടെ കയ്യിൽ ഒരു മട്ട ത്രികോണം അഥവാ ഒരു റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ വന്നു ചേർന്നു. ഏതാണ് റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ? അത് ഞാൻ ഇങ്ങോട്ടൊന്ന് മാറ്റി വരയ്ക്കുന്നുണ്ട്. 90 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് ആണ് ഹൈപ്പോട്ടന്യൂസ്. ഈ കാണുന്ന സ്ഥലം 3 കിലോമീറ്റർ, ഈ കാണുന്ന സ്ഥലം 4 കിലോമീറ്റർ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അക്കോർഡിംഗ് ടു പൈതഗോറസ് തിയറം ഹൈപ്പോട്ടന്യൂസ് എന്ന് പറഞ്ഞാൽ റൂട്ട് ഓഫ് ബേസ് സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ ആണ്. റൂട്ട് ഓഫ് 3 സ്ക്വയർ പ്ലസ് 4 സ്ക്വയർ, റൂട്ട് ഓഫ് 9 പ്ലസ് 16, റൂട്ട് 25. റൂട്ട് 25 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 5 ആണ് ആൻസർ വരിക. സോ 5 കിലോമീറ്റർ ഈസ് ദ റിക്വയർഡ് സൊല്യൂഷൻ. ക്ലിയർ ആണല്ലോ? സോ ഓപ്ഷൻ ബി 5 കിലോമീറ്റർ ആണ് നമ്മുടെ ഉത്തരം. ഹൗ ഫാർ ഹി ഈസ് ഫ്രം ദ ഇനിഷ്യൽ പോയിന്റ് എന്ന ചോദ്യത്തിന് ഉത്തരം എത്രയാണ്? 5 കിലോമീറ്റർ ആണ് നമുക്ക് ആൻസർ വരുന്നുണ്ടാവുക. ക്ലിയർ ആണെന്ന് വിശ്വസിച്ചോട്ടെ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരാലോ. മൂന്നാമത്തെ ചോദ്യം നോക്കിക്കോളൂ. ഹൗ മച്ച് ഈസ് 4/5 ഓഫ് 1150 ഈസ് ലെസ് ദാൻ 5/6 ഓഫ് 1248 എന്നാണ് ചോദ്യം. ഓക്കെ, അപ്പോൾ അത് രണ്ടും സെപ്പറേറ്റ്ലി കണ്ടുപിടിക്കുക. 4/5 ഓഫ് എന്ന് പറഞ്ഞാൽ മൾട്ടിപ്ലിക്കേഷൻ ആണ്. 1150 ഇതാദ്യം ഞാൻ കണ്ടുപിടിക്കുന്നുണ്ടേ. നോക്കാം, കട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് വരിക? 5 10 ശിഷ്ട 1 15 3 5 15 240. സോ 0 3 4 12 2 ശിഷ്ട 1 24 8 1 9 920 വരും അതിൻ്റെ ആൻസർ. ഓക്കെ, ഇനി 5/6 ഓഫ് 1248 എത്രയാണെന്ന് നോക്കാം. 5 ഡിവൈഡഡ് ബൈ 6 ഓഫ് എന്ന് പറഞ്ഞാൽ ഇൻറ്റു 1248. സോ അതായത് 5 ഇൻറ്റു ഇത് നമ്മൾ കട്ട് ചെയ്തെടുക്കുക. ഇത് കട്ട് ചെയ്തെടുത്താൽ എന്താണ് വരിക? 6 6 12 4ൽ പോത്തില്ല, അപ്പോൾ 0. ഇനി 48 എന്ന് പറയുന്നത് എത്രയാണ്? 6 6 36 6 7 42 6 8 48. സോ 208 വരും. 5 ഗുണം 208. സോ 5 40 0 ശിഷ്ടം 4 5 10 1040 വരും ആൻസർ. ക്ലിയർ ആണോ? നോക്കിക്കേ, 1040 ആണ് ആൻസർ വരിക. ഇനി ഇതിന്റെ ഡിഫറൻസ് എത്രയാണ്? ഈ കിട്ടിയ രണ്ട് ആൻസേഴ്സിന്റെ ഡിഫറൻസ് ഒന്ന് മറ്റൊന്നിനേക്കാൾ എത്ര കൂടുതൽ, അഥവാ അതിന്റെ ഡിഫറൻസ് എത്രയാണ് എന്നാണ് ചോദ്യം. അതായത് 1040 മൈനസ് 920 0 2 1 120 ആണ് അതിന്റെ ഡിഫറൻസ്. 10ൽ നിന്ന് 9 കുറച്ചാൽ 1 120 ആണ് ഇവർ തമ്മിലുള്ള ഡിഫറൻസ്. സോ ഓപ്ഷൻ ഡി 120 ഈസ് ദ റിക്വയർഡ് സൊല്യൂഷൻ. ഓക്കെ ആണല്ലോ? 120 ആണ് നമുക്ക് ആൻസർ വരിക. സോ ഇതായിരുന്നു നമ്മുടെ മൂന്നാമത്തെ ചോദ്യം. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരാം. നാലാമത്തെ ചോദ്യം നോക്കിക്കോളൂ. ക്വസ്റ്റ്യൻ നമ്പർ 4. A goods train runs at a speed of 72 km/h and crosses 250 meter long platform in 26 seconds. What is the length of the goods train എന്നാണ് ചോദ്യം. ഓക്കെ, അപ്പം ടൈം ആൻഡ് ഡിസ്റ്റൻസ് എന്ന ആ ഒരു പർട്ടിക്കുലർ ടോപ്പിക്കിലെ ചോദ്യമാണിത്. നമുക്കറിയാം സ്പീഡ് കണ്ടുപിടിക്കാൻ ഉപയോഗിക്കുന്ന ഇക്വേഷൻ എന്താണ്? സ്പീഡ് ഇസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ടൈം. ഇത് ആദ്യമേ നിങ്ങൾ ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കണം. 3 ഇക്വേഷൻസ് ആണ് അറിഞ്ഞിരിക്കേണ്ടത്. സ്പീഡ് എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് ബൈ ടൈം, അവിടുന്ന് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് സ്പീഡ് ഇൻറ്റു ടൈം, ടൈം എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ സ്പീഡ്. ഇങ്ങനെ 3 ഇക്വേഷൻസ് നിങ്ങൾ ബേസിക് ആയിട്ട് തന്നെ എന്ത് ചെയ്യണം? അറിഞ്ഞിരിക്കണം. ഓക്കെ, ഇനി ഒരു ട്രെയിൻ ഒരു പ്ലാറ്റ്ഫോം ക്രോസ് ചെയ്യുന്ന കേസ് നന്നായിട്ട് അറിഞ്ഞിരിക്കണം. അതേപോലെ തന്നെ ഒരു ട്രെയിൻ ഒരു പാലം ക്രോസ് ചെയ്യുന്ന കേസ്, അല്ലെങ്കിൽ ഒരു ട്രെയിൻ ഒരു ടണൽ ക്രോസ് ചെയ്യുന്ന കേസ്, ഒരു തുരങ്കം ക്രോസ് ചെയ്യുന്ന കേസ്, ഈ കേസസ് എല്ലാം തന്നെ വ്യക്തമായിട്ട് അറിഞ്ഞിരിക്കണം. അതായത് ഒരു ട്രെയിൻ ഒരു പ്ലാറ്റ്ഫോം ക്രോസ് ചെയ്യുകയാണെങ്കിൽ അവിടുത്തെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ആ ട്രെയിനിൻ്റെ ലെങ്തും പ്ലാറ്റ്ഫോമിൻ്റെ ലെങ്തും കൂടെ കൂട്ടുന്നതാണ്.
ഒരു ട്രെയിൻ പ്ലാറ്റ്ഫോം ക്രോസ് ചെയ്യുകയാണെങ്കിൽ അവിടുത്തെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ട്രെയിനിന്റെ ലെങ്ത്തും പ്ലാറ്റ്ഫോമിന്റെ ലെങ്ത്തും കൂടെ കൂട്ടുന്നതാണ്. ഓക്കെ, ഒരു ട്രെയിൻ ഒരു പാലം ക്രോസ് ചെയ്യുകയാണെങ്കിൽ എന്താണ്, ട്രെയിനിന്റെ ലെങ്ത്തും പാലത്തിന്റെ ലെങ്ത്തും ബ്രിഡ്ജിന്റെ ലെങ്ത്തും കൂടെ കൂട്ടുന്നതാണ്. ഓക്കെ, ഒരു ട്രെയിൻ ഒരു ടണൽ അല്ലെങ്കിൽ ഒരു തുരങ്കം ക്രോസ് ചെയ്യുകയാണെങ്കിൽ ആ തുരങ്കത്തിന്റെ ലെങ്ത്തും കൂടെ കൂട്ടുന്നതായിരിക്കും ടോട്ടൽ ഡിസ്റ്റൻസ് എന്ന് പറയാം. ക്ലിയർ ആണോ? അത് കൃത്യമായിട്ട് എന്ത് ചെയ്യണം, മനസ്സിലാക്കണം. പക്ഷേ ട്രെയിൻ ഒരു വ്യക്തിയെ ക്രോസ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഒരു മരത്തിനെ ക്രോസ് ചെയ്യുന്നു, ഒരു കുറ്റി ക്രോസ് ചെയ്യുന്നു എന്നൊക്കെ പറയുകയാണെങ്കിൽ അത്തരത്തിലുള്ള ചോദ്യങ്ങളിൽ തീർച്ചയായിട്ടും അവിടെ ആ മരത്തിന്റെ ലെങ്ത് എന്ന് പറയുന്നത് ട്രെയിനുമായിട്ട് താരതമ്യപ്പെടുത്തുമ്പോൾ, ഒരു വ്യക്തിയെ ക്രോസ് ചെയ്യുകയാണെങ്കിൽ അയാളുടെ ലെങ്ത് ട്രെയിനുമായിട്ട് താരതമ്യപ്പെടുത്തുമ്പോൾ നെഗ്ലിജിബിൾ ആണ്. അപ്പൊ അതുകൊണ്ട് അത് എന്ത് ചെയ്യാം, അവോയ്ഡ് ചെയ്യാം. അവിടെ ട്രെയിനിന്റെ ലെങ്ത് മാത്രമേ ഉള്ളൂ. ഓക്കെ, പക്ഷെ എന്താണ്, പ്ലാറ്റ്ഫോം ക്രോസ് ചെയ്താലും പാലം ക്രോസ് ചെയ്താലും തുരങ്കം ക്രോസ് ചെയ്താലും എന്ത് മനസ്സിലാക്കണം, അവിടെ നമ്മൾ അതിന്റെ ലെങ്തും കൂടെ കൂട്ടുന്നതാണ് ടോട്ടൽ ഡിസ്റ്റൻസ് എന്ന് മനസ്സിലാക്കണം. ഓക്കെ, സോ അപ്പൊ ഈ കേസിൽ ട്രെയിൻ ക്രോസ് ചെയ്യുന്ന എന്തിനെയാണ്, പ്ലാറ്റ്ഫോമിനെയാണ് ക്രോസ് ചെയ്യുന്നത് അല്ലെ. അപ്പൊ അവിടെ സ്പീഡ് എന്ന് പറയുന്നത്, ആ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ട്രെയിനിന്റെ ലെങ്തും പ്ലാറ്റ്ഫോമിന്റെ ലെങ്തും കൂടെ കൂട്ടുന്നതാണ് ഡിവൈഡഡ് ബൈ ടൈം. ഇനി നമ്മുടെ കയ്യിലുള്ള ആൾക്കാരെയൊക്കെ നമുക്ക് ഇവിടേക്ക് എന്ത് ചെയ്യാം, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. സ്പീഡ് നമ്മുടെ കയ്യിലുണ്ട് 72 km/h ആണ്. പക്ഷെ നമ്മുടെ ഓപ്ഷൻസ് എല്ലാം നോക്കുകയാണെങ്കിൽ മീറ്ററിലാണ് നിൽക്കുന്നത്. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യണം, km/h മീറ്റർ/സെക്കൻഡിലേക്ക് മാറ്റണം. അത് മാറ്റാനായിട്ട് നമ്മൾ ഒരു കൺവേർഷൻ ടൂൾ ഉപയോഗിക്കുന്നുണ്ട്, ഒരു കൺവേർട്ടിംഗ് നമ്പർ എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാം. ശ്രദ്ധിച്ചിരിക്കുക. അപ്പൊ അതും വ്യക്തവും ശക്തവുമായിട്ട് എല്ലാവരും അറിഞ്ഞിരിക്കണം. കിലോമീറ്റർ/ഹവറിനെ മീറ്റർ/സെക്കൻഡിലേക്ക് കൺവേർട്ട് ചെയ്യാൻ, കിലോമീറ്റർ/ഹവറിനെ മീറ്റർ/സെക്കൻഡിലേക്ക് കൺവേർട്ട് ചെയ്യാൻ കിലോമീറ്ററിനെ മീറ്റർ ആക്കുന്നു, ചെറുതാക്കുന്നു. അപ്പൊ 5/18 ആണ് ആ ഒരു കൺവേർഷൻ എന്ന് പറയുന്നത്. 5/18. അതിലെ ചെറിയ നമ്പർ 5 മുകളിൽ എഴുതുക, കാരണം വലുതാണ് കിലോമീറ്റർ, ചെറുതാണ് മീറ്റർ. ഇപ്പൊ ചെറുത് മുകളിൽ 5/18. ഇനി മീറ്റർ/സെക്കൻഡിനെ km/h ആക്കി മാറ്റാനാണെങ്കിലോ, മീറ്റർ/സെക്കൻഡിനെ km/h ആക്കി മാറ്റാൻ, ചെറുതിൽ നിന്ന് മീറ്റർ ചെറുത്, കിലോമീറ്റർ വലുത്. അപ്പൊ വലിയ സംഖ്യ 18 മുകളില് 5 താഴെ, 18/5. ഇതാണ് ദ കൺവേർഷൻ ഫ്രം മീറ്റർ/സെക്കൻഡ് ടു km/h. ഓക്കെ, അപ്പൊ ഇത് നന്നായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, അറിഞ്ഞിരിക്കണം. സോ അപ്പൊ നമ്മുടെ ആദ്യത്തെ ജോലി എന്ന് പറയുന്നത് ഈ കാണുന്ന 72 km/h നമ്മൾ എന്തിലേക്ക് മാറ്റണം, മീറ്റർ/സെക്കൻഡിലേക്ക് കൺവേർട്ട് ചെയ്യണം. ശരിയാണല്ലോ? കൺവേർട്ട് ചെയ്യുന്ന നോക്കിക്കോ. സോ 72, ഇത് km/h ആണ് അല്ലെ, 72 എന്ന് പറഞ്ഞാൽ km/h ആണ്. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 72 ഇൻറ്റു മീറ്റർ/സെക്കൻഡിലേക്ക് മാറ്റാൻ 5/18. ഓക്കെ, 18ഉം 72ഉം കൂടെ ക്യാൻസൽ ചെയ്താൽ 4. 18ന്റെ ടേബിളൊക്കെ അറിഞ്ഞിരിക്കണേ. 4×8 എത്രയാണ്, ഒരെട്ട് 8 16 3 4 4 32, 2 ശിഷ്ടം 3 4 3 7 72. 4 × 18 ആണ് 72. സോ 4 × 5 I4 20 മീറ്റർ/സെക്കൻഡിലേക്ക് ഞാൻ മാറ്റി. ആ സ്പീഡിന്റെ പ്ലേസിൽ നമ്മൾ ഇനി എന്താ കൊടുക്കണ്ടേ, 20 ആണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പൊ ഈ ഇക്വേഷൻ പ്രകാരം എന്താണ് വരുന്നത്, സ്പീഡിന്റെ പ്ലേസിൽ എന്ത് കൊടുക്കുക, 20 ഇസ് ഈക്വൽ ടു ട്രെയിനിന്റെ ലെങ്ത് ആണ് കണ്ടുപിടിക്കേണ്ടത്, അത് L ആയിട്ട് എടുത്തു, പ്ലസ് പ്ലാറ്റ്ഫോമിന്റെ ലെങ്ത് നമുക്ക് ഒരു ക്വസ്റ്റ്യനെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് 250 മീറ്റർ ഡിവൈഡഡ് ബൈ ഇത് ക്രോസ് ചെയ്യാൻ എടുക്കുന്ന സമയം അവർ ക്വസ്റ്റ്യനകത്ത് പറയുന്നുണ്ട് എത്രയാണ്, 26 സെക്കൻഡ്. എത്രയാണ്, 26 സെക്കൻഡ്. ഓക്കെ ആണേ, സെറ്റ് ആണേ. ഇവിടുന്ന് ട്രെയിനിന്റെ ലെങ്ത് കണ്ടുപിടിച്ചാൽ മതി. അപ്പൊ ഇതിങ്ങോട്ട് ക്രോസ് ചെയ്താൽ എന്താണ് വരിക, L + 250 ഇസ് ഈക്വൽ ടു ഈ 6 12ന് 2 ശിഷ്ടം 1 ഈ 2 4 1 5 520. അവിടുന്ന് ലെങ്ത് ഓഫ് ദ ട്രെയിൻ എന്താണ് കിട്ടുക, 520 മൈനസ് 250 ഇസ് ഈക്വൽ ടു 0. 2ൽ നിന്ന് 5 പോയില്ല, 12ൽ നിന്ന് 5 കുറച്ചാൽ 7. ഇവിടെ നിന്ന് ഒരു 1 ഇങ്ങോട്ട് പോയിട്ടുണ്ട് 4, 4ൽ നിന്ന് 2 കുറച്ച് 2, 270 ആണ് ആൻസർ കിട്ടുക. 270 മീറ്റർ ആണ് ലെങ്ത് ഓഫ് ദ ട്രെയിൻ. സോ ഓപ്ഷനിൽ ഉണ്ടോ നോക്കിയേ, വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് ദ ഗുഡ്സ് ട്രെയിൻ? ഓപ്ഷൻ ബി 270 മീറ്റർ ആണ് എന്തെന്ന് പറയുന്നത്, ആ ഗുഡ്സ് ട്രെയിനിന്റെ ലെങ്ത് എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ നന്നായിട്ട് പഠിച്ചു വെക്കുക. അപ്പൊ ഇതായിരുന്നു നമ്മുടെ 4ാമത്തെ ചോദ്യം. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരാം.
അഞ്ചാമത്തെ ചോദ്യം നോക്കിക്കോളൂ. മൂവിങ് ടു ദ ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ. ചോദ്യം ഇതാണ്. ദ ഡിഫറൻസ് ബിറ്റ്വീൻ എ 2-digit നമ്പർ, ഒരു 2-digit നമ്പറിൻ്റെയും ആൻഡ് ദ നമ്പർ ഒബ്റ്റെയിൻഡ് ബൈ ഇന്റർചേഞ്ചിങ് ദ പൊസിഷൻ ഓഫ് ദ ഡിജിറ്റ്സ്, ആ നമ്പറിൻ്റെ ഡിജിറ്റ്സിൻ്റെ പൊസിഷൻ ഇന്റർചേഞ്ച് ചെയ്യുന്നത് വഴി ഒബ്റ്റെയിൻ ചെയ്യുന്ന നമ്പറിൻ്റെയും ഡിഫറൻസ്, വ്യത്യാസം എന്നത് 27 ആണ്. അങ്ങനെയാണെങ്കിൽ ആ നമ്പറിലെ ഡിജിറ്റുകൾ തമ്മിലുള്ള വ്യത്യാസം എന്ത് എന്നാണ് ചോദ്യം. ഓക്കെ, അപ്പം ഞാൻ ചെയ്യുന്നത് നമ്പർ XY ആയിട്ട് എടുക്കുന്നു. ഓക്കെ ആണേ. അങ്ങനെയാണെങ്കിൽ ഡിജിറ്റുകൾ തമ്മിലുള്ള വ്യത്യാസം X-Y എന്താണെന്നാണ് ചോദ്യത്തിൽ അവർ ചോദിച്ചേക്കുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ. ഇനി ഇത് ശരിക്കും പറഞ്ഞാൽ ആ നമ്പറിൻ്റെ സ്ഥാനവിലയുടെ അടിസ്ഥാനത്തിൽ, പ്ലേസ് വാല്യൂവിൻ്റെ അടിസ്ഥാനത്തിൽ ഇതെങ്ങനെ എഴുതാം? ഒറ്റയുടെ സ്ഥാനമാണ് y, അതായത് y × 1 പ്ലസ് 10ൻ്റെ സ്ഥാനം, ഒറ്റ 10 100 1000 അങ്ങനെയാണല്ലോ, 10ൻ്റെ സ്ഥാനമാണ് x, അതായത് 10 × x, അതായത് ശരിക്കും ആ നമ്പർ എന്താണ്? 10x + y ആണ് ആ നമ്പർ. ഓക്കെ ആണേ. ഇനി അത് ഇന്റർചേഞ്ച് ചെയ്യുന്നു. ഇന്റർചേഞ്ച് ചെയ്യുമ്പോൾ XY എന്നുള്ള നമ്പർ എന്തിലേക്ക് മാറും? YX മാറും. ഓക്കെ, അന്നേരം ആ നമ്പർ പറഞ്ഞേ ഒറ്റയുടെ സ്ഥാനത്ത് x ആണ്, അതായത് x × 1 പ്ലസ് 10ൻ്റെ സ്ഥാനത്ത് y ആണ്, അതായത് 10 × y. അപ്പോൾ ആ നമ്പർ എങ്ങനെ മാറി? 10y + x എന്നുള്ള രീതിയിലേക്ക് ആ നമ്പർ മാറി. ഇതിൻ്റെ ഡിഫറൻസ് ആണ്, ഈ രണ്ട് നമ്പേഴ്സിൻ്റെ ഇന്റർചേഞ്ച് ചെയ്തതിന് ശേഷം അതിൻ്റെ ഡിഫറൻസ് ആണ് എന്തെന്ന് പറയുന്നത്? 27. ഓക്കെ, അതായത് ഈ 10x + y നിന്നും ഈ 10y + x കുറയ്ക്കുന്നതാണ് 27. ശരിയല്ലേ? 10x + y മൈനസ് ഓഫ് 10y + x. ഇതിൻ്റെ ആൻസർ ആണ് നമുക്ക് അവർ എന്ത് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്? 27 പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. ഓക്കെ ആണേ. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ എന്താണ് വരുന്നത്? 10x + y മൈനസ് 10y മൈനസ് x = 27. 10x നിന്ന് x കുറച്ചാൽ 9x, y-ൽ നിന്ന് 10y കുറച്ചാൽ മൈനസ് 9y = 27. ഓക്കെ ആണേ. മൊത്തത്തിൽ എന്ത് ചെയ്യുക? 9 കൊണ്ട് കട്ട് ചെയ്താൽ x - y = 93 ആണ് 27. ശരിയാണല്ലോ. മൊത്തത്തിൽ 9 കൊണ്ട് കട്ട് ചെയ്യുക. 9x-നെ 9 കൊണ്ട് കട്ട് ചെയ്താൽ x, 9y-യെ 9 കൊണ്ട് കട്ട് ചെയ്താൽ y, 27-നെ 9 കൊണ്ട് കട്ട് ചെയ്താൽ 3. ഓക്കെ, അതായത് ഡിവൈഡ് ബൈ 9 ആണ് ചെയ്തേക്കുന്നത്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? നമുക്ക് വേണ്ട സാധനം x - y ആയിരുന്നു. ആൻസർ ആയല്ലോ. ആ നമ്പറിലെ ഡിജിറ്റുകൾ തമ്മിലുള്ള ഡിഫറൻസ് എത്രയായിരിക്കും? 3 ആയിരിക്കും. ആ നമ്പറിലെ ഡിജിറ്റുകൾ തമ്മിലുള്ള ഡിഫറൻസ് ഓപ്ഷൻ ബി 3 ആണ് നമ്മുടെ റിക്വയർഡ് ആയിട്ടുള്ള സൊല്യൂഷൻ. സോ വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ ഡിജിറ്റ്സ് ഓഫ് ദ നമ്പേഴ്സ് എന്നായിരുന്നു ചോദ്യം. ആ നമ്പറിലെ ഡിജിറ്റുകൾ തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് എത്രയാണ് നമുക്കിപ്പോൾ വന്നിരിക്കുന്നത്? 3 ആണ് നമ്മുടെ സൊല്യൂഷൻ. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ അഞ്ചാമത്തെ ചോദ്യം. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരാം. ആറാമത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. ക്വസ്റ്റ്യൻ നമ്പർ 6. The difference between 3/5 of 2/3 of a number. അപ്പോൾ ആ നമ്പർ ഞാൻ എന്തായിട്ട് എടുക്കുന്നു? x ആയിട്ട് എടുക്കുന്നു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ 3/5 ഓഫ് എന്ന് പറഞ്ഞാൽ ഇൻറ്റു 2/3 ഓഫ് എന്ന് പറഞ്ഞാൽ ഇൻറ്റു നമ്പർ ആരാണ്? x. ആൻഡ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ആണ് എന്ന് പറഞ്ഞാൽ മൈനസ് 2/5 ഓഫ് എന്ന് പറഞ്ഞാൽ ഇൻറ്റു 1/4 ഓഫ് എന്ന് പറഞ്ഞാൽ ഇൻറ്റു അതേ നമ്പർ തന്നെ ഓഫ് ദ സെയിം നമ്പർ x. നമുക്ക് അന്നേരം കിട്ടുന്ന ആൻസർ എന്താണ്? 288 ആണ്. അന്നേരം കിട്ടുന്ന ആൻസർ 288 ആണ്. അങ്ങനെയാണെങ്കിൽ ആ നമ്പർ x എന്ന് പറഞ്ഞാൽ നമ്പർ കണ്ടുപിടിക്കാനാണ് ചോദ്യത്തിൽ അവർ ആവശ്യപ്പെട്ടേക്കുന്നത്. ചെയ്യാലോ. സോ അപ്പോൾ നമുക്ക് ഇതെന്താണ് വരിക? 23 6. എന്തെങ്കിലും വെട്ടാനൊക്കെ ഉണ്ടോ? ഇവിടെ 3 3 ക്യാൻസൽ ആണ് അല്ലേ? ഇവിടെ 2ഉം 4ഉം ക്യാൻസൽ ആയിട്ട് താഴെ 2 ആക്കാം. ഓക്കെ, സോ 2/5 ആണ് വന്നേക്കുന്നത് x മൈനസ് ഇവിടെ 1/5 ആണ് വന്നേക്കുന്നത്. സോറി, 1/2 × 1/10 വരുന്നുണ്ടല്ലേ? ശരിയാണല്ലോ. 1/10 വരുന്നുണ്ട്. 1/10x = 288. ഓക്കെ ആണേ. സോ ഈ 2/5 എന്നുള്ളത് താഴെ നമുക്ക് 10 ആക്കണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? മുകളിലും താഴെയും ഒരു 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ ഈ 2 4x ബൈ ഈ 5 10 മൈനസ് 1 × x x ബൈ 10 = 288. ഓക്കെ ആണേ. 4x-ൽ നിന്ന് x കുറച്ചാൽ 3x ബൈ 10 = 288. സെറ്റ് ആണല്ലോ.
ആ 288 3 കൂടെ ക്യാൻസൽ ചെയ്യാൻ പറ്റുമോ നോക്കിക്കേ. 288 3 കൂടെ ക്യാൻസൽ ചെയ്യാൻ പറ്റുമോ നോക്കിക്കേ. 9 3 27, ശിഷ്ടം 1 18, 6 3 18. ഓക്കെ ആണല്ലോ. അതായത് x/10 എന്ന് പറഞ്ഞാൽ 96. അവിടെ നമുക്ക് എന്ത് കിട്ടും? ഈ 10 ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. x is equal to 96 ഗുണം 10. x is equal to 960 ആണ് നമുക്ക് ആൻസർ വരിക. ഓപ്ഷൻ എ 960 ആണ് നമ്മുടെ ശരി ഉത്തരം. സെറ്റാണല്ലോ, സംഭവം ഓക്കെ ആണേ. അപ്പൊ ഇതാണ് നമ്മുടെ 6ാമത്തെ ചോദ്യം. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരാം. നമുക്ക് 7ാമത്തെ ചോദ്യം നോക്കിക്കോളൂ. ക്വസ്റ്റ്യൻ നമ്പർ 7. A watch reads 4:30. ഒരു വാച്ചിൽ കാണിക്കുന്ന സമയം 4:30. When the minute hand points east, in which direction the hour hand point എന്നാണ് ചോദ്യം. ഓക്കെ, സോ നോക്കാം. അപ്പം സാധാരണഗതിയിൽ 4:30 ആകുമ്പോൾ ഒരു വാച്ചിൽ എങ്ങനെയായിരിക്കും ഉണ്ടാവുക? 12, 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11. ഓക്കെ, ആദ്യം അവർ പറയുന്ന സമയം എന്താണ്? 4:30 ആണ് അല്ലേ. അപ്പം 30 എന്ന് പറയുമ്പം മിനിറ്റ് ആൻഡ് 6ന്റെ അവിടേക്കായിരിക്കും. അവർ ആൻഡ് 4നും 5നും ഏകദേശം ഇടയിലായിരിക്കും അല്ലേ. അവർ ആൻഡ് ഏകദേശം ഇങ്ങനെയായിരിക്കും മിനിറ്റ് ആൻഡ് അവർ ആൻഡ് നിൽക്കുന്നുണ്ടാവുക. ഓക്കെ ആണല്ലോ, ആ കാര്യത്തിൽ നമുക്ക് സംശയങ്ങളൊന്നുമില്ല. ഇനി അവർ പറയുന്ന കാര്യം ശ്രദ്ധിച്ചു നോക്കാം. എന്താ അവർ പറയുന്നത്? മിനിറ്റ് ആൻഡ് പോയിന്റ് ചെയ്യുന്നത് ഈസ്റ്റിലേക്കാണ്. ഓക്കെ, അപ്പം എനിക്ക് വന്നിട്ടുള്ള ഫിഗർ ഞാൻ ഏകദേശം വരയ്ക്കുന്നുണ്ട്. ഇങ്ങനൊരു ഫിഗറാണ് എനിക്ക് വന്നേക്കുന്നത്. ഓക്കെ ആണല്ലോ, ഇതാണ് നമ്മുടെ മിനിറ്റ് ആൻഡ്, ഇതാണ് നമ്മുടെ മിനിറ്റ് ആൻഡ്, ഇതാണ് നമ്മുടെ അവർ ആൻഡ്. ഓക്കെ, ഈ മിനിറ്റ് ആൻഡ് പോയിന്റ് ചെയ്യുന്നത് എവിടേക്കാണ്? മിനിറ്റ് ആൻഡ് പോയിന്റ് ചെയ്യുന്നത് എവിടേക്കാണെന്ന് പറയുന്നത്? ഈസ്റ്റിലേക്കാണ്. മിനിറ്റ് ആൻഡ് പോയിന്റ് ചെയ്യുന്നത് ഈസ്റ്റിലേക്കാണ്. അങ്ങനെയാണെങ്കിൽ അവർ ആൻഡ് പോയിന്റ് ചെയ്യുന്നത് ഏത് ഡയറക്ഷനിലേക്കാണ്? ഈ അവർ ആൻഡ് പോയിന്റ് ചെയ്യുന്നത് ഏത് ഡയറക്ഷനിലേക്കാണെന്നുള്ളതാണ് ചോദ്യം. മിനിറ്റ് ആൻഡ് പോയിന്റ് ചെയ്യുന്നത് ഈസ്റ്റിലേക്കാണെങ്കിൽ അവർ ആൻഡ് പോയിന്റ് ചെയ്യുന്നത് ഏത് ഡയറക്ഷനിലേക്കാണെന്നാണ് ചോദ്യം. ഓക്കെ, അപ്പൊ അത് മനസ്സിലാക്കണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യുന്നു? നമ്മുടെ നോർത്ത് ഈസ്റ്റ് വെസ്റ്റ് സൗത്ത് പരിപാടിയൊക്കെ ഒന്ന് വരച്ചെടുക്കാണ്. നോർത്ത് ഈസ്റ്റ് വെസ്റ്റ് സൗത്ത്. ഓക്കെ, ശ്രദ്ധിച്ചിരിക്കുക. ഞാൻ ഇതിനകത്ത് തന്നെ ഡയറക്ഷൻസ് ഒന്ന് മാർക്ക് ചെയ്തിടാണ്. ഇത് ഈസ്റ്റ് ആണെങ്കിൽ അതിന്റെ ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ, ഈസ്റ്റിന്റെ ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ, സോറി ഈസ്റ്റിന്റെ ക്ലോക്ക് വൈസ്, ആന്റി ക്ലോക്ക് വൈസ് അങ്ങോട്ടാണ്. ഈസ്റ്റിന്റെ ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ വരുന്നതാരാ? സൗത്ത്. അപ്പൊ ഇവിടെ സൗത്ത് വരും. ഓക്കെ ആണേ. സൗത്തിന്റെ ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ വരുന്നത് വെസ്റ്റ്. അപ്പൊ ഇവിടെ വെസ്റ്റ് വരും. വെസ്റ്റിന്റെ ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ വരുന്നത് നോർത്ത് അല്ലെ. അപ്പൊ ഇവിടെ നോർത്ത് വരും. ഓക്കെ, അപ്പൊ ഇവിടെ നോർത്തും ഇവിടെ ഈസ്റ്റും ആണെങ്കിൽ അതിന്റെ നടുക്ക് വരുന്നത് എന്തായിരിക്കും? നോർത്ത് ഈസ്റ്റ് ആയിരിക്കും അല്ലെ. നോർത്തിന്റെയും ഈസ്റ്റിന്റെയും ഇടയ്ക്കാണ് നോർത്ത് ഈസ്റ്റ് വരിക. സൗത്തിന്റെയും ഈസ്റ്റിന്റെയും ഇടയ്ക്കാണ് സൗത്ത് ഈസ്റ്റ് വരിക. സൗത്തിന്റെയും വെസ്റ്റിന്റെയും ഇടയ്ക്കാണ് സൗത്ത് വെസ്റ്റ് വരിക. നോർത്തിന്റെയും വെസ്റ്റിന്റെയും ഇടയ്ക്കാണ് നോർത്ത് വെസ്റ്റ് വരിക. ഓക്കെ, ഇത് നിങ്ങൾക്ക് ബേസിക്കലി അറിയുന്ന കാര്യമാണ്. ഓക്കെ ആണേ. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഉത്തരം എന്താണ് വരിക? നോർത്തിന്റെയും ഈസ്റ്റിന്റെയും ഇടയ്ക്കാണ് നമ്മുടെ അവർ ആൻഡ് പോയിന്റ് ചെയ്തിട്ടുള്ളത്. സോ നോർത്ത് ഈസ്റ്റ് ഡയറക്ഷനിലായിരിക്കും എന്ത് പോയിന്റ് ചെയ്തിട്ടുണ്ടാവുക? അവർ ആൻഡ് പോയിന്റ് ചെയ്തിട്ടുണ്ടാവുക. ശരിയല്ലേ? അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മുടെ ചോദ്യത്തിന്റെ ആൻസർ എന്താണ്? ഇൻ വിച്ച് ഡയറക്ഷൻ ദ അവർ ആൻഡ് പോയിന്റ്? അവർ ആൻഡ് പോയിന്റ് ചെയ്യുന്നത് ഏത് ഡയറക്ഷനിലേക്കായിരിക്കും? ഓപ്ഷൻ ബി, നോർത്ത് ഈസ്റ്റ് ഡയറക്ഷനിലേക്കായിരിക്കും അവർ ആൻഡ് പോയിന്റ് ചെയ്യുന്നത്. ഓക്കെ ആണല്ലോ. സെറ്റ് ആണെങ്കിൽ നമുക്ക് മുന്നോട്ട് പോവാം. 8ാമത്തെ ചോദ്യം നോക്കിക്കോളൂ. ക്വസ്റ്റ്യൻ നമ്പർ 8. ദ നമ്പർ ഓഫ് ബോയ്സ് ഇൻ എ ക്ലാസ്. ഒരു ക്ലാസ്സിലെ ബോയ്സിന്റെ എണ്ണം. ദ നമ്പർ ഓഫ് ബോയ്സ് ഇൻ എ ക്ലാസ് ഈസ് 3 times the number of girls. ഓക്കെ, സോ അപ്പൊ നമ്പർ ഓഫ് ഗേൾസ് ഞാൻ എക്സ് ആയിട്ട് എടുക്കുകയാണെങ്കിൽ, നമ്പർ ഓഫ് ഗേൾസ് ഞാൻ എക്സ് ആയിട്ട് എടുക്കുകയാണെങ്കിൽ നമ്പർ ഓഫ് ബോയ്സ് എന്തായിരിക്കും? ഇതിന്റെ 3 times എന്ന് പറഞ്ഞാൽ 3x ആയിരിക്കും. ഓക്കെ, നമ്പർ ഓഫ് ഗേൾസ് എക്സ് ആയിട്ട് എടുക്കുകയാണെങ്കിൽ നമ്പർ ഓഫ് ബോയ്സ് എന്ന് പറഞ്ഞാൽ അതിന്റെ 3 times, അതായത് 3x ആണ്. ദ നമ്പർ ഓഫ് ബോയ്സ് ഇൻ എ ക്ലാസ് ഈസ് 3 times the number of girls. അങ്ങനെയാണെങ്കിൽ വിച്ച് ഓഫ് ദ ഫോളോയിങ് നമ്പേഴ്സ് ക്യാൻറ്റ് റെപ്രസെന്റ് ദ ടോട്ടൽ നമ്പർ ഓഫ് ചിൽഡ്രൻസ് ഇൻ ദ ക്ലാസ്? ടോട്ടൽ നമ്പർ ഓഫ് ചിൽഡ്രൻസ് എന്തായിരിക്കും? ടോട്ടൽ നമ്പർ ഓഫ് ചിൽഡ്രൻസ് എന്ന് പറഞ്ഞാൽ ബോയ്സ് പ്ലസ് ഗേൾസ് ആണ്. x പ്ലസ് 3x
എന്ന് പറഞ്ഞാൽ എന്താണ്? 4x ആയിരിക്കും. അതായത് ദ ടോട്ടൽ നമ്പർ ഓഫ് ചിൽഡ്രൻസ് ഇൻ ദ ക്ലാസ് ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 4. ആ ക്ലാസ്സിലുള്ള മുഴുവൻ കുട്ടികളുടെ എണ്ണം എന്നത് 4ന്റെ മൾട്ടിപ്പിൾ, 4ന്റെ ഗുണിതമായിരിക്കും. ശരിയല്ലേ? ദ ടോട്ടൽ നമ്പർ ഓഫ് ചിൽഡ്രൻസ് ഇൻ ദ ക്ലാസ് എന്ന് പറയുന്നത് എന്തിന്റെ മൾട്ടിപ്പിൾ ആയിരിക്കും? 4ന്റെ മൾട്ടിപ്പിൾ ആയിരിക്കും. ഇപ്പോൾ 4ന്റെ മൾട്ടിപ്പിൾ അല്ലാത്ത ഒരാൾക്ക് ക്ലാസ്സിലെ ടോട്ടൽ നമ്പർ ഓഫ് ചിൽഡ്രൻ ആവാൻ കഴിയില്ല. 44 ആവാം. 44 4ന്റെ മൾട്ടിപ്പിൾ ആണ്. അപ്പോൾ ഇത് പോസിബിൾ ആണ്. 48 4ന്റെ മൾട്ടിപ്പിൾ ആണ്, അതും പോസിബിൾ ആണ്. 42 പോസിബിൾ അല്ല. സോ അവർ റിക്വയർഡ് സൊല്യൂഷൻ ഈസ് ഓപ്ഷൻ സി 42. 42ന് ഒരിക്കലും എന്താവാൻ പറ്റില്ല? ആ ക്ലാസ്സിലെ മുഴുവൻ കുട്ടികളുടെ എണ്ണമാവാൻ കഴിയില്ല. ഓക്കെ ആണെന്ന് പ്രതീക്ഷിച്ചോട്ടെ. അടുത്ത ക്വസ്റ്റ്യൻ, 9ാമത്തെ ചോദ്യം നോക്കിക്കോളൂ. ക്വസ്റ്റ്യൻ നമ്പർ 9. 18 men can do a piece of work in 12 days. 18 പേർക്ക് ഒരു ജോലി എത്ര ദിവസം കൊണ്ട് ചെയ്യാൻ പറ്റും? 12 ദിവസം കൊണ്ട് ചെയ്യാൻ പറ്റും. How many men would be required to do the same work in 8 days? അതായത് 18 men 12 ദിവസം കൊണ്ട് ചെയ്യുന്ന ജോലി എത്ര പേര് 8 ദിവസം കൊണ്ട് ചെയ്യും? അല്ലെ? ഇതിന്റെ ഫോർമുല പഠിച്ചിട്ടുണ്ടല്ലോ. M1 ആൾക്കാർ men1, അതായത് മെൻസിന്റെ എണ്ണം D1 ദിവസം കൊണ്ട് ചെയ്യുന്ന ജോലി M2 ആൾക്കാർ D2 ദിവസം കൊണ്ട് ചെയ്യുന്ന ജോലിക്ക് ഈക്വൽ ആണെങ്കിൽ നമുക്ക് എന്തെഴുതാം? M1 D1 is equal to M2 D2 എന്ന് എഴുതാം. ഇതാണ് അതിൻ്റെ വർക്ക് ആൻഡ് ടൈമിൽ നമ്മൾ ആദ്യം പഠിക്കുന്ന കൺസെപ്റ്റ്. ഇതാണ്. അവിടെ നിന്നാണ് പിന്നീട് ബിൽഡ് ചെയ്ത് LCM ഒക്കെ വെച്ച് ചെയ്യുന്ന മെത്തേഡിലേക്ക് വരിക. ഓക്കെ, ഇത് ബേസ് വെച്ചുള്ളൊരു ചോദ്യമാണ്. 18 പേര് 12 ദിവസം കൊണ്ട് ചെയ്യുന്ന ജോലി എത്ര പേര് 8 ദിവസം കൊണ്ട് ചെയ്യും? ഓക്കെ ആണേ. സോ കട്ട് ചെയ്ത് ചെയ്യാലോ. 8ന്റെ പകുതി 4, 12ന്റെ പകുതി 6, 4ന്റെ പകുതി 2, 6ന്റെ പകുതി 3, 2ഉം 18ഉം വെട്ടി 9. ഓക്കെ, അപ്പോൾ 9×3 27 വരും. ഇവിടെ അവിടെ ഇനി എക്സ് മാത്രമേ ഉള്ളൂ. സോ 27 പേര് വേണം എന്ത് ചെയ്യാൻ? 8 ദിവസം കൊണ്ട് ആ ജോലി ചെയ്യാൻ. ഓപ്ഷൻ സി 27 ആണ് ആൻസർ വരിക. 8 ദിവസം കൊണ്ട് ആ ജോലി ചെയ്യാൻ എത്ര പേര് വേണം എന്നാണ് ചോദ്യം. എത്ര പേര് വേണം? 27 പേര് വേണം 8 ദിവസം കൊണ്ട് ആ ജോലി ചെയ്ത് തീർക്കാൻ. ഓക്കെ ആണേ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാലോ. 10ാമത്തെ ചോദ്യം. ക്വസ്റ്റ്യൻ നമ്പർ 10. പ്രോഫിറ്റ് ആൻഡ് ലോസുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഒരു ചോദ്യമാണിത്. നോക്കാം. ദ കോസ്റ്റ് പ്രൈസ് ഓഫ് 27 articles is equal to the selling price of 18 articles. അതായത് 27 ആർട്ടിക്കിൾസിന്റെ കോസ്റ്റ് പ്രൈസ് എന്ന് പറയുന്നത് 18 ആർട്ടിക്കിൾസിന്റെ സെല്ലിംഗ് പ്രൈസിന് ഈക്വൽ ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ പ്രോഫിറ്റ് പെർസെൻറ്റേജ് എന്താണെന്നാണ് ചോദ്യം. ഓക്കെ ആണല്ലോ. സോ കോസ്റ്റ് പ്രൈസ് എപ്പോഴും താഴെ നിർത്തുക. സെല്ലിംഗ് പ്രൈസ് നേരെ തിരിച്ചെഴുതാം. 18 SP എന്ന് പറഞ്ഞാൽ എന്തിന് ഈക്വൽ ആയിരിക്കും? 27 CPക്ക് ഈക്വൽ ആയിരിക്കും. സെല്ലിംഗ് പ്രൈസ് ബൈ കോസ്റ്റ് പ്രൈസ് എന്ന് പറഞ്ഞാൽ എന്താണ് വരിക? 27 ഡിവൈഡഡ് ബൈ 18. വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? കട്ട് ചെയ്യാം. 9 കൊണ്ട് കട്ട് ചെയ്യാം. 29 18 39 27. അതായത് സെല്ലിംഗ് പ്രൈസ് ഡിവൈഡഡ് ബൈ കോസ്റ്റ് പ്രൈസ് എന്ന് പറഞ്ഞാൽ എനിക്ക് എന്ത് കിട്ടി? 3 ഡിവൈഡഡ് ബൈ 2 എന്ന് കിട്ടി. അല്ലെ? സെല്ലിംഗ് പ്രൈസ് ബൈ കോസ്റ്റ് പ്രൈസ് എന്താണ്? 3/2. അങ്ങനെയാണെങ്കിൽ സെല്ല് ചെയ്തത്, വിറ്റ വില, സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുന്നത് വാങ്ങിയ വില കോസ്റ്റ് പ്രൈസിനേക്കാളും 1 യൂണിറ്റ് കൂടുതലാണ്. അല്ലേ? അപ്പോൾ പ്രോഫിറ്റ് 1 യൂണിറ്റ്. എപ്പോഴും ആലോചിക്കുക, നഷ്ടശതമാനമാണെങ്കിലും ലാഭശതമാനമാണെങ്കിലും ഡിനോമിനേറ്ററിൽ അതിൻ്റെ ബേസ് എന്ന് പറയുന്നത് കോസ്റ്റ് പ്രൈസ് തന്നെയാണ്. കാരണം വാങ്ങിയ വിലയിൽ നിന്നാണ് നഷ്ടമായാലും ലാഭമായാലും അത് സംഭവിക്കുന്നത്. ശരിയല്ലേ? ഇപ്പോൾ കോസ്റ്റ് പ്രൈസ് 2 യൂണിറ്റ് താഴെ വരും. ഇൻറ്റു 100 ആണ് എന്തെന്ന് പറയുന്നത്? പ്രോഫിറ്റ് പെർസെൻറ്റേജ്. പ്രോഫിറ്റ് പെർസെൻറ്റേജ് എന്ന് പറഞ്ഞാൽ എന്താണ്? എത്ര യൂണിറ്റ് കൂടുതലാണ്, എവിടെ നിന്ന് കൂടി, ഇൻറ്റു 100. ദാറ്റ് ഈസ് അവർ പ്രോഫിറ്റ് പെർസെൻറ്റേജ്. ഓക്കെ ആണേ. സോ 100 ഡിവൈഡഡ് ബൈ 2 50% നമ്മുടെ ലാഭശതമാനം. 50% പ്രോഫിറ്റ് ആണ് നമുക്ക് കിട്ടുന്നുണ്ടാവുക. ഓപ്ഷൻ സി 50% നമ്മുടെ ശരി ഉത്തരം. ഓക്കെ ആണെന്ന് പ്രതീക്ഷിക്കുന്നു. സോ ഇത്രയും ക്വസ്റ്റ്യൻസ് ആയിരുന്നു ഈ ക്ലാസ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ടായിരുന്നത്. CSEB എക്സാമിന് വന്നിട്ടുള്ള പ്രാധാന്യാർഹിതമായ ചോദ്യങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. കൃത്യമായി മനസ്സിലാക്കി പഠിക്കുക. വീണ്ടും കാണാം. അണ്ടിൽ ദെൻ ടാറ്റാ ബൈ ബൈ. സി.